ഇന്ന് നമ്മൾ ഈ ഒരു വില്ലയിൽ സീലിങ്ങിൽ ജിപ്സം ബോർഡ് ചെയ്തിരിക്കുന്നതിന് തേക്കിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഹാളിലൊക്കെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ്റൂമിൽ ഒരു പഴയ തട്ട് പോലെയുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പുട്ടിയിട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം ഇത് നമുക്ക് സ്പ്രേയിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ അടിക്കുന്നത് എമൽഷനാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ പേപ്പർ ഒട്ടിച്ച് കവർ ചെയ്യണം. എമൽഷൻ നല്ലപോലെ സ്പ്രെഡാവും സ്പ്രേ ചെയ്യുന്ന സമയത്ത്, നമുക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ പേപ്പർ ഒട്ടിക്കണം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പേപ്പർ ഒട്ടിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളിതിന് പിന്നെ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു തേക്കിൻ്റെ കളറാണ്. അപ്പോൾ അത് നമ്മൾ ഏഷ്യൻ്റെ അപ്പെക്സ് പെയിൻറ്റിലാണ് എടുത്തിരിക്കുന്നത്. നല്ല പെയിൻറ്റിൽ എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. കാരണം ഒരു ഓയിൽ ബേസുള്ള പെയിൻറ്റുകൾ അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിലുള്ള സ്റ്റെയിനറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് അരിച്ചെടുക്കണം എപ്പോഴും. ഈ പെയിൻറ്റ് നമ്മൾ ഡയറക്റ്റ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റിൽ എപ്പോഴും കുറേ കരടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല രീതിയിൽ അരിച്ച് നമ്മൾ എടുക്കണം. പിന്നെ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8519 ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേ ഏഷ്യൻ്റെ നമ്പറാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഏഷ്യൻ്റെ ആണ് ഈ ഒരു പെയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ മിക്സ് ചെയ്ത് വാങ്ങിച്ച് ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും എമൽഷൻ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ മറ്റുള്ള PU പെയിൻറ്റോ NC പെയിൻറ്റോ ഒന്നും അടിക്കുന്നത് പോലെ കണ്ണടച്ചങ്ങ് അടിക്കാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ച് വേണം അടിക്കാനായിട്ട്. പിന്നെ ഒറ്റ അടിക്ക് നമ്മൾ കവറിങ്ങായി കിട്ടുമെന്ന് കരുതിയിട്ട് അടിക്കുകയും ചെയ്യരുത്. 2-3 പ്രാവശ്യമായിട്ട് അടിച്ച് നമ്മൾ പതുക്കെ കവറിങ്ങാക്കി എടുക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒലിച്ചിറങ്ങി ആകെ വൃത്തികേടാവും. കാരണം വെള്ളം ചേർത്താണ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എമൽഷൻ സ്പ്രേ ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിൽ സീലർ അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്, നമുക്ക് വരയ്ക്കാനായിട്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാൻഡിങ് സീലറാണ്. PU സീലറോ ഏത് സീലർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ അതിലോട്ട് ടിന്നർ ചേർത്ത് ലൂസ് ചെയ്യുക. നല്ലപോലെ ലൂസ് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സീലർ എപ്പോഴും കട്ടിയിൽ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിന് ഫിനിഷിങ് ഉണ്ടാവില്ല. ഇതുപോലുള്ള ബോക്സുകളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എമൽഷൻ അടിച്ചാനുള്ള ഗുണമെന്ന് പറയുന്നത്, നമുക്ക് അതിൻ്റെ മുകളിൽ ഏത് കമ്പനിയുടെ ക്ലിയറുകൾ വേണമെങ്കിലും നമുക്ക് അടിക്കാനായിട്ട് പറ്റും. PU ഏത് ക്ലിയർ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം.